നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുട്ടനല്ലൂർ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ ഗവർണർ R വിശ്വനാഥ അർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി ഡോക്ടർ R ബിന്ദു തുടങ്ങിയവർ സ്വീകരിച്ചു. SFI നേതാവായിരുന്ന കൊച്ചനിയന്റെ 34ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് അഗ്രോഫ്യൂഷൻ 2026 ജില്ലാതല ഫാം ഫെസ്റ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് മണ്ണുത്തിയിൽ ഉദ്ഘാടനം ചെയ്തു. കൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ മലയോര മേഖലയിലെ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് റവന്യൂ, വനം, വന്യജീവി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി. കുട്ടനല്ലൂർ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് ഹെലിപ്പാഡിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ ഗവർണർ R വിശ്വനാഥ അർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, മേയർ നിജി ജസ്റ്റിൻ, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് ഉജ്ജ്വല സ്വീകരണം. കുട്ടനല്ലൂർ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ ഉപരാഷ്ട്രപതിയെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി പ്രൊഫസർ R ബിന്ദു, ജില്ലാ കളക്ടർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ദേവമാതാ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. അച്ഛനായി, അമ്മയായി, ആണ്ടവനായി നാം എല്ലാ ദിവസങ്ങളും പൂജിക്കുന്ന ഭാരത അമ്മയുടെ പൊற்பாதങ്ങളെ നമസ്കരിച്ചു. സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. Bharat has its own rich tradition of music dating back thousands of years. ഭാരതത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ സമ്പന്നമായ സംഗീത പാരമ്പര്യമുണ്ട്. The music of Bharat is spiritual journey, a meditation, a prayer and a celebration of life. ഭാരതത്തിന്റെ സംഗീതം ഒരു ആത്മീയമായ യാത്രയാണ്, ഒരു ധ്യാനമാണ്, ഒരു പ്രാർത്ഥനയാണ്, ഒരു ആഘോഷമാണ്. Music in India is a powerful thread that weaves the millions of hearts into one and shared rhythm. ഇന്ത്യൻ സംഗീതം കോടിക്കണക്കിന് ഹൃദയങ്ങളെ ഒരേ താളത്തിൽ കൂട്ടിയിണക്കുന്ന ശക്തമായ ഒരു നൂലാണ്. When we speak of Bharat, we speak of an ancient civilization whose soul finds its purest expression in music. ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ സംഗീതത്തിലൂടെ തൻ്റെ ആത്മാവിനെ പ്രകടിപ്പിക്കുന്ന ഒരു പ്രാചീന സംസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. From the hymns of Vedas to the devotional outpourings of saints, music has flowed through our civilization like the holy Ganga, pure, powerful and life-giving. വേദങ്ങളിലെ ശ്ലോകങ്ങൾ മുതൽ സന്യാസിമാരുടെ ഭക്തിനിർഭരമായ ആവിഷ്കാരങ്ങൾ വരെ വിശുദ്ധ ഗംഗയെപ്പോലെ സംഗീതം നമ്മുടെ നാഗരികതയിലൂടെ ഒഴുകിയിട്ടുണ്ട്, നിർമ്മലവും ശക്തിയേറിയതുമായ ഒരു പ്രവാഹമായി. The sacred chants of the Samaveda are among the earliest foundations of structured music in the world. സാമവേദത്തിലെ പവിത്രമായ മന്ത്രങ്ങൾ ലോകത്തിലെ സംഗീതത്തിന്റെ ആദ്യകാല അടിത്തറകളിൽ ഒന്നാണ്. In the temple built by the Chola kings, we can see living testimony to the musical culture of ancient South India. ചോള രാജാക്കന്മാർ നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ പുരാതന ദക്ഷിണേന്ത്യയിലെ സംഗീത സംസ്കാരത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. Inscriptions in the majestic Pragadiswara temple in Tanjavur reveal that hundreds of musicians and dancers were appointed and supported by the Chola kingdom. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രങ്ങളിലെ ശിലാശാസനങ്ങൾ നൂറുകണക്കിന് സംഗീതജ്ഞരും നർത്തകരെയും. മാർച്ച് 1 SFI CPIM നേതാവായിരുന്ന RK കൊച്ചനിയന്റെ 34ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു.
രാവിലെ 8 മണിക്ക് CPIM മണ്ണുത്തി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി പട്ടാളക്കുന്ന് വസതിയിലുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പുഷ്പചക്രം സമർപ്പിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ, ഫ്രാൻസിസ് താടിക്കാരൻ, ES അനിൽകുമാർ, MM അവറാച്ചൻ, PS വിനയൻ, സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവം മുതൽ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ വകവരുത്തുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള വലതുപക്ഷ ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും സമീപകാലത്ത് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ആരോഗ്യമന്ത്രിയെ തന്നെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഒരു ആശയമായിട്ടാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നറിയാം. ഈ ഘട്ടത്തിൽ നമുക്ക് കൊച്ചനിയൻ്റെ പാതകൾ പിന്തുടരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പുഷ്പചക്രം അർപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്നതിന് വേണ്ടി സഖാവ് KV അബ്ദുൽ ഖാദറിനെ ക്ഷണിക്കുന്നു. ഞാൻ ശിരസ് നമിക്കുകയാണ്. കാലം ഒരിക്കലും മറക്കാത്ത ഈ രക്തസാക്ഷിത്വം നമ്മുടെ നാടിനെ ആകെ ദുഃഖത്തിലാക്കിയ ഒരു കാര്യമായിരുന്നു. സഖാവ് RK കൊച്ചനിയൻ വിദ്യാർത്ഥി നേതാവെന്ന നിലയിൽ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും പ്രിയങ്കരനായ സഖാവായിരുന്നു. ഒരു എറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു സഖാവിനെ എന്തിന് കൊലപ്പെടുത്തി എന്ന ചോദ്യത്തിന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കൃത്യമായ മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല. സഖാവ് കൊച്ചനിയൻ്റെ രക്തസാക്ഷിത്വം, ജീവത്യാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ്. ഇന്ത്യയിലെ പൊരുതുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയുടെ ഈ ജില്ലയിലെ ഏറ്റവും ഉജ്ജ്വലനായ സംഘാടകനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏറ്റവും ഉശിരനായിട്ടുള്ള സംഘാടകനുമായിരുന്നു സഖാവ് കൊച്ചനിയൻ. ഡിസോൺ കലോത്സവ ദിവസമാണ് അദ്ദേഹത്തെ കോൺഗ്രസ് കാബാലികർ കൊലപ്പെടുത്തിയത്. SFI എല്ലാ കാലത്തും ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രസ്ഥാനമാണ്. നമ്മുടെ നാട്ടിലെ വലതു മാധ്യമങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SFI ആണ് അക്രമകാരികൾ എന്നാണ്. എന്നാൽ കേരളത്തിൽ SFIക്കാരാൽ ഒരൊറ്റ KSUക്കാരനും ABPക്കാരനും കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്ന സത്യം നിലനിൽക്കെ തന്നെയാണ് നിരന്തരമായി ഈ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. SFIയെ അക്രമ രാഷ്ട്രീയത്തിലൂടെ കീഴ്പ്പെടുത്താൻ, തകർക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നെങ്കിലും കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ക്യാമ്പസുകളിലും കരുത്താർന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായി SFI ഇന്ന് ജ്വലിച്ചു നിൽക്കുകയാണ്. SFIയുടെയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും പ്രസക്തി ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഇത്. മനുഷ്യരെ വർഗീയമായി വിഭജിക്കാൻ, ആ വിഭജനത്തിലൂടെ പ്രതിലോമ ശക്തികൾക്ക് നേട്ടം കൊയ്യാൻ സംഘടിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒന്നും വിവരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ന് ഓരോ വിഷയത്തെയും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് നുണ ഒരു 100 വട്ടം ആവർത്തിച്ചാൽ സത്യമാകുമെന്ന ഗീബൽസിയൻ സിദ്ധാന്തം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള സ്റ്റോറി സെക്കൻഡ് എന്ന് പറയുന്ന സിനിമ അത്തരം ഒന്നാണ്. കേരളത്തിൽ ഒരിടത്തും ഭക്ഷണത്തിൻ്റെ പേരിൽ ഒരു സംഘർഷമോ കൊലപാതകമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ സിനിമ വ്യാജമായി പ്രചരിപ്പിക്കുന്നത് ഇവിടെ മനുഷ്യരെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നു എന്നൊക്കെയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഒരു ഭാഗത്ത് അത് നടക്കുമ്പോൾ തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ, ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരെ, തൊഴിലാളികളെ, കൃഷിക്കാരെ, സാധാരണ മനുഷ്യരെ
ഗവൺമെന്റ് അതിന്റെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അഗ്രോ ഫ്യൂഷൻ 2026 ജില്ലാതല ഫാം ഫെസ്റ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS വിനയൻ അധ്യക്ഷത വഹിച്ചു. MV പ്രശാന്ത്, ലീല രാമകൃഷ്ണൻ, ബുഷറ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 1, 2, 3 തീയതികളിൽ മണ്ണുത്തി സ്റ്റേറ്റ് സീഡ് ഫാമിൽ നടക്കുന്ന അഗ്രോ ഫ്യൂഷനിൽ കാർഷിക പ്രദർശന വിപണന സ്റ്റാളുകൾ, കാർഷിക സെമിനാറുകൾ, ക്വിസ് മത്സരങ്ങൾ, കലാസന്ധ്യ എന്നിവയും ഉണ്ടാകും. ഫാം കൗൺസിൽ മീറ്റിങ്ങിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. എല്ലാത്തിലും വന്നില്ലെങ്കിലും ഒരുമാതിരി എല്ലാ ഫാം കൗൺസിൽ മീറ്റിങ്ങിലും ഞാൻ പങ്കെടുക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ അവിടുത്തെ വിഷയങ്ങൾ പഠിക്കുന്നത്, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. രീതിയിൽ നമ്മൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവിടെയുള്ള തൊഴിലാളികളും അവിടെയുള്ള ജോലിക്കാരും അവിടെയുള്ള അതിന് നേതൃത്വം കൊടുക്കുന്ന ഫാം സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും എല്ലാം അവരുടെ പ്രശ്നങ്ങളൊക്കെ വളരെ വിശദമായി നമ്മളുമായിട്ട് സംസാരിക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ കാലം 5 കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞു പോയി. വീണ്ടും 6ാമത്തെ കൊല്ലമാണ് വീണ്ടും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ചുമതലയേൽക്കാൻ എനിക്കൊരവസരം ലഭിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായി ഞാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ ഉർണിയോട്, നമ്മുടെ സജിതയോട് ഞാൻ പറഞ്ഞ കാര്യം, ആദ്യമായി നിങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെല്ലാം ചേർന്ന് പഞ്ചായത്തിൽ നിന്ന് വണ്ടിയെടുത്ത് എല്ലാ ഫാമും ഒന്ന് സന്ദർശിച്ചു വരിക. ആദ്യം കൊടുത്തൊരു നിർദ്ദേശം. എനിക്കാണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എത്താൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങളും എല്ലാം വരുന്നു, കേരളോത്സവം വന്നു, എല്ലാം കൂടി തലയിലേക്ക് വന്നപ്പോൾ എത്താൻ പറ്റിയില്ല. അത് പറഞ്ഞ് 9 ഫാമുള്ളതിൽ 7 ഫാമും അവർ ഒരു വണ്ടി നിറയെ അവർ കൊള്ളാവുന്ന ആളുകളൊക്കെ ആയിട്ട് അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളൊക്കെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വള്ളി പുള്ളി വിടാതെ എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് കുറേ പ്രയാസങ്ങൾ ഉണ്ട്. പശ്ചാത്തല സൗകര്യത്തിൻ്റെ അപര്യാപ്തതയുണ്ട്, ബാത്റൂമിൻ്റെ കുറവുകളുണ്ട്, കൃഷിയുമായി ബന്ധപ്പെട്ട് വെള്ളം ലഭിക്കാത്ത പ്രശ്നമുണ്ട്, നമ്മൾ ഫാമിൽ വെച്ചിട്ടുള്ള നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്തതിൻ്റെ പ്രയാസങ്ങളുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ ക്ഷേമികൾക്കും അന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പന്തുകളിൽ നിന്നൊക്കെ മാത്രമേ ഉള്ളൂ. വേഗം വരിക, കാണുക, ആസ്വദിക്കുക. അങ്ങനെയായിട്ട് ജോർജ് അടിക്കാനിക്കോ. അയ്യോ, ഔട്ടായി പോയി. ആവേശകരമായ അങ്ങനെ ജോർജ് വീണു. ബാബുവിന്റെ കാര്യത്തിലില്ല. ബാബു അടിക്കുക. രണ്ടാമത്തെ ഗോൾ അടിക്കുക. രണ്ടാമത്തെ ഗോൾ ആവേശകരമായ ഫുട്ബോൾ. പ്രേമിൽ അടിക്കുക. രണ്ടാമത്തെ ഗോൾ. അങ്ങനെ മണ്ണുത്തി സീർവാമിൽ ആദ്യമായി പന്തുകളി ഫുട്ബോൾ മേള ആരംഭിച്ചിരിക്കുന്നു. എല്ലാ പ്രേമികൾക്കും സ്വാഗതം ചെയ്തുകൊണ്ട്
ബാബു ബാബു അങ്ങനെ നമ്മളെ സമാധാനത്തിൽ ഇല്ല. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ മലയോര മേഖലയിലെ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് റവന്യൂ, വനം, വന്യജീവി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മണ്ഡലത്തിലേക്ക് പുതിയൊരു RRT ടീമിനെ കൂടി അടിയന്തരമായി നിയോഗിക്കാൻ തീരുമാനിച്ചു. നിലവിലെ RRT സംഘത്തിന് MLA ഫണ്ട് വഴി പുതിയ വാഹനം അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വനം വകുപ്പ് നിശ്ചയിച്ച മുഴുവൻ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഒല്ലൂർ മണ്ഡലത്തിലേക്ക് കൂടി അനുവദിക്കണം എന്ന് സ്ഥലം MLA എന്ന നിലയിൽ റവന്യൂ മന്ത്രി കെ രാജൻ ആവശ്യം ഉന്നയിച്ചു. വനമന്ത്രി AK ശശീന്ദ്രൻ അംഗീകരിക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശം നൽകുകയും ചെയ്തു. ടോർച്ച്, പടക്കം മുതലായവ ഉടൻ വിതരണം ചെയ്യും. സ്ഥിരമായി പ്രശ്നം നടക്കുന്ന ഇടങ്ങളിൽ നൈറ്റ് പെട്രോളിംഗ് സജ്ജമാക്കും. നിലവിലുള്ള ഫെൻസിങ്ങുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്തും. പുതിയ ഫെൻസിങ്ങുകൾ സ്ഥാപിക്കാനുള്ള പ്രപ്പോസൽ നബാർഡിന് നൽകാൻ DFOയെ ചുമതലപ്പെടുത്തി. വന്യമൃഗ ഭീഷണി നേരിടുന്ന ഓരോ ഗ്രാമപഞ്ചായത്തുകൾക്കും ലൈസൺ ഓഫീസറെ ഫോറസ്റ്റ് നിയോഗിച്ചിട്ടുണ്ട്. ഒല്ലൂർ മണ്ഡലത്തിലെ മാടക്കത്തറ, പാണഞ്ചേരി, പീച്ചി, പുത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഓരോ ലൈസൻസ് ഓഫീസർമാരെ നിയോഗിച്ച് ഇത് സംബന്ധിച്ച കൂടിയാലോചനകളും മറ്റും എളുപ്പത്തിലാക്കുവാൻ ചുമതലപ്പെടുത്താമെന്ന റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം മാതൃകയായി സ്വീകരിക്കുന്നതായി വനം മന്ത്രി പറഞ്ഞു. ഒല്ലൂർ മണ്ഡലത്തിൽ ഫോറസ്റ്റ് ലൈസൺ ഓഫീസറും പഞ്ചായത്ത് ലൈസൺ ഓഫീസർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി യോഗം ചേരാൻ തീരുമാനിച്ചു. ഇതിനായി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി. പറവട്ടാനി ഫോറസ്റ്റ് സെൻട്രൽ സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PS വിനയൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി, വാർഡ് മെമ്പർ CB അജി, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ R ആടലശൻ, DFO മാർട്ടിൻ ലോവർ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയതായിട്ട് നമുക്ക് കണ്ടെത്തേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കണോ, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകാം. MLA ഫണ്ടിൽ നിന്ന് അന്നൊരു RRTക്ക് ഒരു വാഹനം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അതനുസരിച്ച് 25 ലക്ഷം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വാഹനം വന്നിട്ടുണ്ട്. വാഹനം ഇപ്പോൾ RRTയുടെ അണ്ടർ കസ്റ്റഡിയിലുണ്ട്. പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് പട്ടയം ലഭിച്ചു. വർഷങ്ങളായുള്ള ക്ഷേത്ര ഭാരവാഹികളുടെ ആവശ്യം റവന്യൂ മന്ത്രി രാജൻ ജനങ്ങളെ സാക്ഷി നിർത്തി ഭാരവാഹികൾക്ക് കൈമാറി. വാർഡ് മെമ്പർ KV സജു സ്വാഗതവും രാജൻ മുളങ്ങരൻ അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ ജയശ്രീ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, അഖിൽ PS, മിനി ഉണ്ണികൃഷ്ണൻ, ക്ഷേത്രം സെക്രട്ടറി ഷാജി, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എനിക്കായി എന്നുള്ളതിൽ ഏറെ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. അത് ഇവിടുത്തെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എക്കാലത്തും വലിയ വികാരവും ആവേശവുമായിരുന്നു. ദൈവത്തിൻ്റെ കടാക്ഷം, ആളുകളുടെ വിശ്വാസം, ചുറ്റും നടക്കുന്ന സംഭവങ്ങളോട് കൂടിച്ചേർന്ന ഒരവസ്ഥ. അടുത്ത പൂയമൊന്നും ഇങ്ങനെ നടക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ധരിക്കരുത്. കാരണം സുവോളജിക്കൽ പാർക്ക് ഇന്ന് തോന്നി. ഞാൻ സ്വാമിയോട് പറയുമായിരുന്നു, അനന്തരാമസ്വാമിയോട് പറയുമായിരുന്നു, ഇന്ന് മാത്രം സുവോളജിക്കൽ പാർക്കിൽ പ്രത്യേകിച്ച് വലിയ അനൗൺസ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഇന്ന് മാത്രം സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചേർന്ന ആളുകൾ 5600-ലേറെയാണ്. നാളെ ആകുമ്പോൾ അതിൻ്റെ ഇരട്ടിയേറെ ആളുകൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ സത്യത്തിൽ ഭയപ്പെടുന്നു. ഇനി ഇങ്ങനെ പോയാൽ 30 ലക്ഷം ഒരു വർഷം തികയാൻ വലിയ കാലതാമസമൊന്നും ഉണ്ടാവില്ല. 5000 പേര് തന്നെ വന്നാൽ ഏതാണ്ട് ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ
0487-237-2374. Mobile 790-227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. Fully computerized, ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, fully automatic മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO certified laboratory. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. മധുര നെല്ലിക്ക നൽകി പരീക്ഷാ പഠന ജീവിത ദർശന ക്യാമ്പിന് തുടക്കമായി. മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് മധുര നെല്ലിക്ക വിതരണം ചെയ്ത് വേറിട്ട പരീക്ഷാ പരിശീലനം നൽകിയത്. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറും അധ്യാപകനുമായ മേജർ PJ സ്റ്റൈജു ആണ് ഈ നൂതന ആശയത്തിലൂടെയുള്ള പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. വിശ്രമവേളകൾ ഉചിതമായി ഉപയോഗിക്കാനും കുട്ടികളെ മാനസിക സംഘർഷത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള പരിശീലനങ്ങളാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയത്. പരീക്ഷാ സമയങ്ങളിൽ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങൾ നെല്ലിക്ക പോലെ ആദ്യം ചവർപ്പുള്ളതാണെങ്കിലും പിന്നീട് മധുരം വരുന്നത് പോലെ റിസൾട്ട് വരുമ്പോൾ സന്തോഷത്തിന് കാരണമാകുമെന്ന് മേജർ ഉദാഹരണ സഹിതം കളികളിലൂടെ കുട്ടികളെ ബോധവൽക്കരിച്ചു. പ്രധാന അധ്യാപിക ഷീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പരിശീലന ക്യാമ്പിൽ MR രതി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരായ അപർണ, KK സുജ എന്നിവർ അനുബന്ധ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥി പ്രതിനിധികളായ ഫിയ, ആമിറ, അസിൻ എന്നിവർ അവരുടെ പരീക്ഷാകാല അനുഭവങ്ങൾ പങ്കുവച്ചു. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സംയുക്തമായാണ് മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലന ക്യാമ്പ് നടത്തിയത്. വിദ്യാർത്ഥികളായ ബാലസൂര്യ, ധന, അജിത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ മാനസിക പിരിമുറുക്കം ഒഴിവാക്കാനും ഭയം ഇല്ലാതെ പരീക്ഷയെ നേരിടാൻ അവരെ സജ്ജരാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് അധ്യാപകനായ AS മിഥുൻ പറഞ്ഞു. ശ്രീധരി പാലത്തിനോട് ചേർന്ന് പുതിയ കടവിന് 31 ലക്ഷത്തിന്റെ ഭരണാനുമതി. മണലിപ്പുഴയുടെ വലതുകരയിൽ ശ്രീധരിപ്പാലം കടവ് പണിയുന്നതിന് ഭരണാനുമതി ലഭിച്ചതായി ഒല്ലൂർ MLA കൂടിയായ റവന്യൂ മന്ത്രി K രാജൻ അറിയിച്ചു. റിവർ മാനേജ്മെന്റ് ഫണ്ട് വിനിയോഗിച്ച് പ്രവൃത്തി നടപ്പിലാക്കുവാൻ 31 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിനാണ് ഭരണാനുമതി നൽകിയത്. നേരത്തെ പുഴയുടെ വലതുകരയിൽ പാലത്തിനോട് ചേർന്ന് 10.50 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നു. ഇതിനടുത്ത് പുഴയുടെ കര ഇടിഞ്ഞുപോയിട്ടുണ്ട്. നിലവിലെ ഭിത്തിക്ക് തുടർച്ചയായി മറ്റൊരു സംരക്ഷണ ഭിത്തി കൂടി നിർമ്മിക്കണമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഉന്നതതല സമിതി പരിശോധിച്ച് നൽകിയ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും തകർന്നുപോയ കടവ് പുനർനിർമ്മിക്കാനുമാണ് റിവർ മാനേജ്മെന്റ് വകുപ്പ് തുക അനുവദിച്ചതെന്ന് മന്ത്രി പറഞ്ഞു.
ശ്രീധരിപ്പാലം നിർമ്മിച്ച ഘട്ടത്തിൽ കടവ് പുനർനിർമ്മിക്കണമെന്ന് മന്ത്രിയോട് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. മലയോര പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് പുത്തൂർ പഞ്ചായത്തിലെ വെള്ളക്കാരിത്തടത്ത് സ്പെഷ്യൽ പൊതുയോഗം ചേർന്നു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വെള്ളക്കാരിത്തടം, വല്ലൂർ, ചീരക്കുണ്ട്, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ താമര വെള്ളച്ചാൽ 15-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്തുമാണ് വന്യമൃഗശല്യം രൂക്ഷമായത്. കാട്ടാന ശല്യത്തിന്റെ സാഹചര്യത്തിൽ വനം വകുപ്പിനെയും മതരാഷ്ട്രീയ നേതാക്കളെയും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് വെള്ളക്കാരിത്തടം ലക്ഷ്മി നാരായണ ക്ഷേത്രം ഹാളിൽ വെച്ച് സർവകക്ഷി യോഗം ചേർന്നത്. മലയോര പ്രദേശങ്ങളിൽ വ്യാപകമായി ആന, മാൻ, പന്നി, മലയണ്ണാൻ തുടങ്ങിയ വന്യജീവികൾ ഇറങ്ങുകയാണെന്നും ഇതുമൂലം പ്രദേശത്ത് കൃഷി സാധ്യമല്ലാത്ത അവസ്ഥയാണെന്നും ഇതിനെതിരെ ആരും തന്നെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് മൂലം കർഷകർക്ക് ഓരോ ദിവസവും വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നും തങ്ങളുടെ കൈവശഭൂമിയിലെ മരങ്ങൾ മുറിക്കാനുള്ള അനുമതി വനം വകുപ്പ് നൽകണമെന്നും ആനശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ വനം വകുപ്പിന്റെ രാത്രികാല പരിശോധന കർശനമാക്കണമെന്നും രാത്രിയായാൽ പലർക്കും വീടിന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും വനാതിർത്തിയിലെ വൈദ്യുതി വേലി കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്നും ഇതാണ് മൃഗങ്ങൾ കൃഷിയിടത്തിലെത്താൻ കാരണമെന്നും ആന കൂടുതലായി ഇറങ്ങുന്ന ഭാഗത്ത് വെളിച്ച സംവിധാനം ഏർപ്പാടാക്കി ആന ഇറങ്ങുന്നത് തടയണമെന്നും ആനയെ കാട് കയറ്റാൻ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ശ്രമം നടത്തണമെന്നും പ്രദേശത്തെ കർഷകർ ആവശ്യപ്പെട്ടു. പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി.കെ. ശ്രീനിവാസൻ, പഞ്ചായത്ത് അംഗം വിനോദ് തേനമ്പറവിൽ, പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പ്രജി എ.സി, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എം. ഷാജഹാൻ, വിജയമാത പള്ളി വികാരി ഫാദർ ആന്റോ, പുത്തൂർ പഞ്ചായത്ത് അംഗം പ്രിയങ്ക സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പിന്നെ അവർക്ക് ആവശ്യമായ നിങ്ങൾക്കും ഞങ്ങൾക്കും ആവശ്യമായ പടക്കം, ഗുണ്ടു പോലുള്ള പടക്കങ്ങളും പിന്നെ റോക്കറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം DFOക്ക് മന്ത്രി നൽകിയിട്ടുണ്ട്. അത് ഉടൻ തന്നെ സാധനങ്ങൾ എത്തും. പിന്നെ PRT പറയുന്ന സാധനം രൂപീകരിക്കാൻ വേണ്ടി RRT പട്ടിക്കാട് RRTയിലെ വണ്ടിയും ഒരു ഡെപ്യൂട്ടി റേഞ്ചറും തന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സ്റ്റാഫുകളോ വാച്ചർമാരോ അങ്ങനെയുള്ള സംഘമൊന്നും തന്നിട്ടില്ല. സർക്കാർ ഇതുവരെ അയച്ചിട്ടില്ല. അത് ഉടൻ തന്നെ ആ RRTനെ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നുള്ള ഒരു RRTനെ നമ്മൾ ഉടൻ തന്നെ അതിനെ ഉടച്ചു വാർത്ത് നല്ല അതിനുള്ള സ്ട്രെങ്ത് കൊടുക്കുക. അതായത് സ്റ്റാഫ്, വാച്ചർ, അതിനുള്ള ആധുനികമായ ആയുധങ്ങളെല്ലാം കൊടുത്ത് അതിനെ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു നിർദ്ദേശം ഉള്ളത് നമ്മുടെ ഈ പരിസരത്ത് PRT പറഞ്ഞ ഒരു രൂപീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 13 ദിവസമായിട്ട് ഒരേ ആനകൾ തന്നെയാണ് വരുന്നത്. ഇപ്പൊ ഒരു കൊമ്പനും ഒരു പിടി, പിന്നെ ഒരു ഇടത്തര ഒരു ആന കുട്ടിയെന്നാണ് പറയണേ. ആ കുട്ടി മാത്രം ടോർച്ചടിക്കുമ്പോ കരഞ്ഞിട്ടോടും. ബാക്കി ആനകളൊക്കെ തിരിഞ്ഞു നിൽക്കാണ്. ഈ ആനകളെ ആദ്യം കാട് കയറ്റി വിടണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ ആനകൾ തന്നെയാണ് സ്ഥിരമായിട്ട് വരുന്നത്. അത് 7 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. പിന്നെ ഇന്ന് വെളുപ്പിന് 5:30 ആയിട്ടും ഈ ആനകൾ പോയിട്ടില്ല. ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ചെറിയ വീടാണ്, ഞങ്ങൾക്ക് പുറത്താണ് ബാത്റൂമൊക്കെ. പുറത്തേക്ക് ഇറങ്ങാണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പൊ അതിനൊരു ആദ്യം ആനകളെ കാട് കയറ്റാന്നുള്ളൊരു നടപടി സ്വീകരിക്കണം. ഇത്രയും പേര് കൂടി വന്നത് തന്നെ നിങ്ങളുടെ ഗൗരവം എന്താണെന്നുള്ളത് മനസ്സിലായി. നിങ്ങളുടെ അത്രയും ആൾക്കാർ ഈ ഉച്ച സമയത്ത് ആര് വിളിച്ചാലും വരില്ല, എനിക്കറിയാം. രാഷ്ട്രീയക്കാർ വിളിച്ചാൽ പോലും അല്ലേ 10 ആളെ കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങളുടെ ജെന്യൂനായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നന്നായി ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും ആൾക്കാർ ഈ ഉച്ച സമയത്ത് പല തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഗൗരവമായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേ സംബന്ധിച്ച് ഇന്നലെ തന്നെ വൈസ് പ്രസിഡന്റ് മുൻകൈ എടുത്തു. പുത്തൂർ പ്രസിഡന്റ് മുൻകൈ എടുത്തുകൊണ്ട് ഇന്നലെ 2 മന്ത്രിമാരും നമ്മുടെ സെൻട്രൽ സർക്കിൾ CCF, തൃശ്ശൂർ DFOയും റേഞ്ച് ഓഫീസറും ഉൾപ്പെടെയുള്ള സംഘം പത്രക്കാരുടെ സാന്നിധ്യത്തിൽ വിശദമായ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് നമ്മുടെ രാജമിനിസ്റ്റർ നമ്മുടെ അറിയാമല്ലോ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മളെ നിരന്തരം വീക്ഷിക്കുകയും നിരന്തരം നമ്മളോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഓരോ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മന്ത്രി. ഒല്ലൂർ സ്വന്തം മണ്ഡലമായതുകൊണ്ട്. അപ്പോൾ അതിൽ വൃത്തിയായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും നമ്മൾ ഇതിലെ ഏൽപ്പിച്ച പല കാര്യങ്ങളും നിങ്ങൾ പല കംപ്ലൈൻറ്റുകൾ പറഞ്ഞു.
ആരും തന്നെ നിർദ്ദേശങ്ങൾ പറഞ്ഞില്ല. എന്ത് ചെയ്യാം, ഈ ആനയെ തുറത്താൻ എന്ത് ചെയ്യാൻ പറ്റിയുള്ള നിർദ്ദേശം നിങ്ങൾ ആരും പറഞ്ഞില്ല. അപ്പോൾ അതിൽ ഉണ്ടായ ചർച്ചയിൽ ഉണ്ടായ നിർദ്ദേശങ്ങൾ പറയുന്നത് നമ്മളെ ഉള്ള കാര്യം ഞാൻ പറയാം. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ തന്നെ നമ്മളെ ഇവിടെ വാച്ചർമാരും സ്റ്റാഫുകളുടെ സംഘം ഇവിടെ എല്ലാ വൈകുന്നേരങ്ങളിലും ഇവിടെ നിലയിരുപ്പിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ആനയെ അതിനു മുമ്പ് തന്നെ നമ്മൾ പകൽ സമയങ്ങളിൽ തന്നെ ആനയെ കാടിലെ സൈഡിൽ നിന്നാൽ അതിനെ ഉൾക്കാടിലേക്ക് ഓടിച്ചു വിടാനുള്ള ശ്രമം നടത്താം. അത് എത്രത്തോളം സഫലമാകുമെന്ന് അറിയാൻ പറ്റില്ല. കാരണം കാടിൻ്റെ അകത്ത് കയറി നമ്മൾ ഓടിക്കാന്നുള്ളത് അത്ര പ്രാക്ടിക്കലായി ബുദ്ധിമുട്ടുള്ളതാണ്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ വെള്ളാനിക്കര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപം സർവീസ് റോഡിനരികിൽ 1 കിലോമീറ്റർ ദൂരം വൻ മാലിന്യ നിക്ഷേപം. കേരള കാർഷിക സർവകലാശാലയുടെ മതിലിനോട് ചേർന്ന ഭാഗത്താണ് സാമൂഹിക വിരുദ്ധർ വൻതോതിൽ മാലിന്യം തള്ളിയിട്ടുള്ളത്. ചാക്കുകളിലും കവറുകളിലുമായി 1000-ലധികം കെട്ട് മാലിന്യമാണ് ഇവിടെയുള്ളത്. ഇതിനു പുറമെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും റക്സിൻ, ജൈവമാലിന്യം, കുപ്പികൾ മുതലായവയും വൻതോതിൽ തള്ളിയിട്ടുണ്ട്. സർവീസ് റോഡിനോട് ചേർന്നുള്ള നടപ്പാതയിലും മാലിന്യ ചാക്കുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. മേഖലയിൽ CCTV ക്യാമറകൾ ഇല്ലാത്തതും രാത്രികാല പരിശോധന ശക്തമല്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. രാത്രി സമയങ്ങളിൽ വിദൂര സ്ഥലത്തു നിന്ന് പോലും മിനി ലോറികളിൽ എത്തിയാണ് മാലിന്യം തള്ളുന്നത്. ആരോഗ്യവകുപ്പോ അധികൃതരോ ഇതിനെതിരെ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്ത് പ്രദേശത്ത് പൂച്ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പച്ചത്തുരുത്ത് പദ്ധതി നടപ്പിലാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശ്രീലങ്കയിൽ നടന്ന അന്താരാഷ്ട്ര കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 1 സ്വർണവും 2 വെള്ളിയും കരസ്ഥമാക്കിയ വിൽവട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി വി മണിയുടെ മകൾ VM നക്ഷത്രയെ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് നിഖിൽ സതീശൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ MS ശിവരാമകൃഷ്ണൻ, P ശിവശങ്കരൻ, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് വില്ലി ജിജോ, ഷാരി കിഷോർ കുമാർ, വിയൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് KR ചന്ദ്രൻ, മുൻ കൗൺസിലർ KV ബൈജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡ്രൈവർമാർ തമ്മിൽ തർക്കം, ഒരാൾക്ക് കുത്തേറ്റു. ഒരിടവേള കൂടി. സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840.
വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ ഗിരീഷ് പുത്തഞ്ചേരി സ്മൃതി സംഘടിപ്പിച്ചു. പ്രശസ്ത TV അവതാരകനും കവിയും ഗാനരചയിതാവുമായ ഹരി പി നായർ മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരനും തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റുമായ K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനോപഹാരം CV ജോസും പ്രമീള ഗോപാലകൃഷ്ണനും അവതരിപ്പിച്ചു. ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, K. രഘുനാഥൻ, MD രത്നമ്മ, മോഹൻദാസ് പാറപ്പുറത്ത്, നഫീസത്ത് ബേബി, രാജലക്ഷ്മി മാനഴി, അപർണ ബാലകൃഷ്ണൻ, P. വിനോദ്, അനിൽകുമാർ കോലഴി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. അവരുടെയൊക്കെ സംഗീത സൃഷ്ടികളും നഷ്ടപ്പെട്ടു. പാതിര പുല്ലുണർന്നു പരമുല്ല കാടുണർന്നു പണുടം കൂട്ടിലെ കാറ്റുണർന്നു താമര പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമേ. കാർഷിക സർവകലാശാലയിൽ സമഗ്ര വികസനം നടപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർവകലാശാലയുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനായി സമഗ്രമായ പാക്കേജ് നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി അറിയിച്ചു. 10 വർഷ കാലയളവിനുള്ളിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും അടക്കം എല്ലാ വിഭാഗം ജീവനക്കാരുടെയും നിയമനങ്ങൾ നടത്തി. ആയതിനാൽ തന്നെ ശമ്പളം ഇനത്തിൽ സർവകലാശാലയുടെ ബാധ്യത വർദ്ധിച്ചുവരുന്നു. ഈ വിഷയം പരിഹരിക്കുന്നതിന് ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാൻ ഒത്തൊരുമയോടെ പ്രയത്നിക്കണമെന്ന് മന്ത്രി ആഹ്വാനം ചെയ്തു. പ്രസിഡന്റ് രാജാമണി S. അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TC മോഹൻ ചന്ദ്രൻ, PD റെജി, ഡോക്ടർ MT രഞ്ജിത്ത്, CV പൗലോസ് എന്നിവർ സംസാരിച്ചു. ഭാരത സർക്കാർ യുവജനകാര്യ കായിക മന്ത്രാലയം മേര യുവഭാരത് തൃശൂർ സംഘടിപ്പിച്ച അന്തർ സംസ്ഥാന യുവജന വിനിമയ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ പൂന, കൊൽഹാപൂർ, ഛത്രപതി സാംഭാജി നഗർ, അഹമ്മദ് നഗർ, ജൻഗാവോൺ എന്നീ ജില്ലകളിൽ നിന്നുള്ള 37 യുവതി യുവാക്കളെയാണ് തൃശൂർ കോർപ്പറേഷനിൽ സ്വീകരണം സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജകുമാർ സ്വാഗതം ആശംസിച്ചു. നാനാത്വത്തിൽ ഏകത്വം വ്യക്തമാക്കുന്ന ദേശീയതയാണ് രാജ്യത്തിന്റെ ആത്മാവെന്നും യുവജനങ്ങൾ രാജ്യത്തിന്റെ വൈവിധ്യം തിരിച്ചറിഞ്ഞ് അത് പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ സുന്ദരമായ പ്രകൃതിയും ഭാഷയും സംസ്കാരവും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്നും മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അഭിപ്രായപ്പെട്ടു. മഹാരാഷ്ട്രയുടെ ഫേട്ട തലപ്പാവ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിനെയും ഡെപ്യൂട്ടി മേയർ A. പ്രസാദിനെയും കൗൺസിലർമാരെയും ധരിപ്പിച്ച് മഹാരാഷ്ട്ര സംസ്കാരത്തിന്റെ ഭാഗമായി. തുടർന്ന് കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന ചർച്ചയിൽ തൃശൂരിന്റെ വികസനത്തെക്കുറിച്ചും യുവാക്കളുടെ ക്ഷേമ പരിപാടികളെക്കുറിച്ചും ചർച്ചകൾ നടന്നു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TR സന്തോഷ്, ജേക്കബ് പുലിക്കോട്ടിൽ, ഷീനാചന്ദ്രൻ, കരോളി ജോഷ്വ, മെഫി ഡെൽസൺ, കൗൺസിലർമാരായ റാഫി ജോസ്, ഷോമി ഫ്രാൻസിസ്, വിബിത വാസു, സെക്രട്ടറി PV ഷിബു, സൂപ്രണ്ട് എഞ്ചിനീയർ ഷൈബി, മേര യുവ ഭാരത് ജില്ലാ യൂത്ത് ഓഫീസർ ബിൻസി C, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ദുർവ ഘൻശ്യാം കാലെ, ചേതന രൺദീപ്, സ്വിപ്നിൽ, ശങ്കർ ഷിൻഡെ തുടങ്ങിയവർ സംസാരിച്ചു. മഹാരാഷ്ട്രയുടെ തനത് കലാരൂപമായ ലാട്ടിക്കാട്ടി, വിഷ്ണു കീർത്തനം എന്നിവ കോർപ്പറേഷന് മുൻവശത്തും കൗൺസിൽ ഹാളിലും അരങ്ങേറി. പീച്ചി തുണ്ടത്ത് ക്ഷേത്രത്തിലെ പുണർദം മഹോത്സവം ആഘോഷിച്ചു. പീച്ചി ശ്രീ തുണ്ടത്ത് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പുണർദം മഹോത്സവം ഭക്തിപൂർവ്വം ആഘോഷിച്ചു. ഉത്സവ ദിവസമായ ശനിയാഴ്ച പുലർച്ചെ 5:30 ഗണപതി ഹോമം, ഉഷപൂജ, മുളപൂജ, ശ്രീഭൂതബലി, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, പന്തീരടി പൂജ, ശ്രീവേലി. രാവിലെ 8 കിഴക്കാവ് ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ്, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, ഉച്ചപൂജ. വൈകിട്ട് 3 വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരം പുറപ്പാട്. വൈകിട്ട് 6:30 ദീപാരാധന, കീഴ്ക്കാവിൽ അമ്മയ്ക്ക് വരവേൽപ്പ്. വൈകിട്ട് 7 11 ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായിരുന്നു.
ജണ്ടമുക്ക് ദേശത്തിന്റെ പാമ്പാടി രാജൻ ദേവിയുടെ തിടമ്പേറ്റി. രാത്രി 10-ന് ശശി പനങ്ങാട്ടിൽ അവതരിപ്പിച്ച തായമ്പകയും ഉണ്ടായിരുന്നു. തുടർന്ന് ശ്രീഭൂതബലി, പള്ളിവേട്ട, പള്ളിക്കുറിപ്പ് ഇതോടെ ഉത്സവ ദിവസത്തെ ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചു. ക്ഷേത്രം ആചാര്യൻ ബ്രഹ്മശ്രീ വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമികൾ, മേൽശാന്തി ബ്രഹ്മശ്രീ ഷൈൻ കൃഷ്ണ, കീഴ്ശാന്തി മിഥുൻ എന്നിവർ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനല്ലൂർ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ ഗവർണർ R വിശ്വനാഥ അർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി ഡോക്ടർ R ബിന്ദു തുടങ്ങിയവർ സ്വീകരിച്ചു. SFI നേതാവായിരുന്ന കൊച്ചനിയന്റെ 34ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് അഗ്രോഫ്യൂഷൻ 2026 ജില്ലാതല ഫാം ഫെസ്റ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് മണ്ണുത്തിയിൽ ഉദ്ഘാടനം ചെയ്തു. കൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ മലയോര മേഖലയിലെ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് റവന്യൂ, വനം, വന്യജീവി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.